ഉടനെ മദ്യനിരോധനം കൊണ്ടുവരിക. ഓണം സീസണിലെ ദിവസങ്ങളിൽ 826 കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തത്. കഷ്ടം. കഴിഞ്ഞ വർഷം 776 കോടി രൂപയുടെ മദ്യമായിരുന്നു ഓണക്കാലത്ത് മലയാളികൾ കുടിച്ചത്. അന്നത് ഇന്ത്യൻ റെക്കോർഡായിരുന്നു. ഇന്ന് കേരളം തന്നെ ആ റെക്കോർഡ് തിരുത്തി. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിറ്റ മദ്യത്തിന്റെ കണക്ക് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിമർശനവുമായി സന്തോഷ് പണ്ഡിറ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റ് വായിക്കാം. പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം: 2 ദിവസം കൊണ്ട് 826 കോടി രൂപയുടെ മദ്യം കേരളത്തിൽ വിറ്റല്ലോ. ഇന്ത്യയിൽ തന്നെ മദ്യ ഉപയോഗത്തിൽ കേരളം നമ്പർ 1 റെക്കോർഡിട്ടു എന്ന വാർത്ത അറിഞ്ഞു വിഷമിക്കുന്നു. ഓണം സീസണിലെ ദിവസങ്ങളിൽ 826 കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തത്. കഷ്ടം. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 776 കോടി രൂപയുടെ മദ്യമായിരുന്നു ഓണക്കാലത്ത് മലയാളികൾ കുടിച്ചത്. അന്നത് ഇന്ത്യൻ റെക്കോർഡായിരുന്നു. ഇന്ന് കേരളം തന്നെ ആ റെക്കോർഡ് തിരുത്തി. മദ്യം വിഷമാണ് എന്ന് അറിയാത്തവർ അല്ല ഈ കുടിക്കുന്നത്. ഇത്രയും പണത്തിന് ഓരോ വീട്ടിലും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനാകും. മദ്യം കുടിക്കുന്നത് കൊണ്ട് കുറെ അസുഖങ്ങൾ വില കൊടുത്തു വാങ്ങുന്നു എന്നല്ലാതെ എന്തു ഗുണം? കേരളത്തിൽ ഉടനെ മദ്യനിരോധനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ സന്തോഷ് പണ്ഡിറ്റിന്റെ അഭിപ്രായത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഒരാളുടെ അഭിപ്രായം ഇങ്ങനെയാണ്: താങ്കളുടെ വാക്കുകൾ ശരിയാണ്, എന്നാൽ കേരളത്തിലെ ജനം അതിന് തയ്യാറല്ലെന്നാണ് കാലം തെളിയിക്കുന്നത്. മദ്യനിരോധനം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം, അധികാരികൾ നമുക്കില്ല. അത് ജനാധിപത്യത്തിൽ സാധ്യമാണെങ്കിൽ ജനം ആ നിലവാരമുള്ളവരായിരിക്കണം എന്നാണ് എൻ്റെ പക്ഷം. അത് നിഷ്പക്ഷവുമാണ്. രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാട് അതാണ് രാഷ്ട്രീയം. മറ്റുള്ളവ കക്ഷി രാഷ്ട്രീയം മാത്രമാണ്. മറ്റൊരാളുടെ അഭിപ്രായം ഇങ്ങനെയാണ്: ഇത് നിർത്തിയാൽ ഇവിടെ വാറ്റുകാരുടെ എണ്ണം കൂടും. പിന്നെ മുക്കിന് മൂലയും എവിടെയുള്ളതൊക്കെയായി വന്ന് നിരങ്ങുന്നത് എന്നറിയില്ല. അതിനേക്കാൾ നല്ലത് അവനവൻ അങ്ങ് നിർത്തണം. ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ കുടിക്കുന്നത്. ബിവറേജ് തുറക്കാത്ത ദിവസം റിട്ടയർഡ് ആയി പട്ടാളക്കാരുടെ കയ്യിൽ നിന്നും മേടിച്ചു കുടിക്കുന്നില്ലേ? വാറ്റുചാരായം എവിടെയുണ്ടോ അവിടെ പോയി മേടിച്ചു കുടിക്കുന്നില്ലേ? ഇത് നിർത്തിയാലും നിർത്തിയില്ലേലും കുടിക്കേണ്ടവർ കുടിക്കും. ഇപ്പോൾ കുറെ വാറ്റുകാർക്ക് കുറവുണ്ട്. ഇനി അതും കൂടി ഉണ്ടാകാനായിരിക്കും. വേറെയാളുടെ അഭിപ്രായം ഇങ്ങനെയാണ്: ആരോട് പറയാൻ? ഈ സർക്കാർ ഭരണത്തിൽ വരുന്ന സമയത്ത് സിനിമാ നടന്മാരും നടിമാരും അടക്കം ഒരുപാട് പേർ പരസ്യം ചെയ്തത് കണ്ടിരുന്നു. വർജിക്കുക എന്നായിരുന്നു അതിൽ ഉള്ളത്. അതിന്റെ അർത്ഥം പിന്നീടാണ് മനസ്സിലായത്. ഇപ്പോൾ എത്രയെത്ര ഔട്ട്ലെറ്റുകളാണ് പുതുതായി കൊണ്ട് തുറക്കുന്നത്. ഗവൺമെന്റിന് അതിന് പൈസ കിട്ടും. അതാണ് കാരണം. ഒരുപാട് പേർക്ക് കുടുംബം ഇല്ലാതാവുകയും ഒരുപാട് പേർ പല പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കുകയും പല കേസുകളിലും റിപ്പോർട്ടുകൾ കാണുന്നത് തന്നെ ഈ മദ്യം എന്നാണ്. എന്തോ നിർത്തേണ്ടവർ ഇങ്ങനെ ചെയ്താൽ എന്തു ചെയ്യും? ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത്. 10 ദിവസം കൊണ്ട് 826.38 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടിയുടെ വർധനയാണ് മദ്യവിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. ഉത്രാട ദിനത്തിൽ മാത്രം 137.64 കോടി രൂപയുടെ മദ്യം വിറ്റു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ജില്ലയിലാണ്. കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചത്. 1.46 കോടി രൂപയുടെ മദ്യം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നും മാത്രം വിറ്റു. 6 ഔട്ട്ലെറ്റുകൾ 1 കോടി രൂപയ്ക്ക് മുകളിൽ മദ്യം വിറ്റു. സൂപ്പർ പ്രീമിയം ഷോപ്പുകളിലും റെക്കോർഡ് വിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 മടങ്ങ് വർധനയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഓണം സീസണിൽ 776.82 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.